മുതലാളി ഇത് തൃശ്ശൂരുള്ള കേരളമാണ്, വേണ്ടാത്തതിന് നിൽക്കണ്ട, വിവരമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ ഡേവിഡ്. മോൻ കൈവിട്. മാഷല്ലേ ഈ മാഷേ? എന്താടാ പേര്? വിശ്വംബരൻ മാഷ്. അല്ല, വിശ്വംബരൻ. ആ, വിശ്വംബരൻ മാഷേ. ഞാനാണ് ഈ പാറ മൊത്തമായിട്ട് എടുത്തിട്ടുള്ളത്. അടിപൊളി, താങ്ക് യു. മോൻ പോവല്ലേ, ഡേവിഡ് പറ. അപ്പൊ ഈ പാറ മൊത്തം മറിച്ചാലേ എനിക്ക് ഞാൻ ഇറക്കിയ തൊട്ട് തിരിച്ചു കിട്ടുള്ളൂ. ഈ പാറ മൊത്തം മോൻ ഒറ്റയ്ക്ക് മറിക്കേ? അതൊരു മല മറിക്കുന്ന പണിയായി പോലോ. മാഷ് ഭയങ്കര തമാശല്ലോടാ. മോൻ പറ. അപ്പോ മാഷാണ് ഇതിന് തടസ്സം നിക്കണെന്നാണ് ഇവരൊക്കെ പറയണത്. അപ്പൊ മാഷും നമ്മളും തമ്മിലൊക്കെ ഒരു ധാരണയിലെത്തിയാൽ തന്നെ ഡേവിഡ്. അതായത് ഈ പാറയും ഈ പുഴയും ഇതിന്റെ അപ്പുറത്തുള്ള കുന്നും ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. എനിക്കത് ഇതൊക്കെ ഇല്ലാതാവുന്ന സമയത്താണ് ഇവിടെ എന്തുണ്ടാവുന്നത്? പ്രളയം ഉണ്ടാവുന്നത്. പ്രളയം ഉണ്ടാവുന്നത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇതൊന്നും ഇവിടുന്ന് മാന്തിക്കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കാത്തത്. മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? അതൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ട കേസാണ്. അതെ, ഒന്ന് ഇരിക്കാൻ പറ്റും. അതന്നെ ഞാൻ പറഞ്ഞു, അതൊന്ന് ശരിക്കൊന്ന് വിലയിരുത്തി സംസാരിക്കണം. ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇനി പറയാനുള്ള പറ. നമ്മളിപ്പം നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ പ്രശ്നം എന്താണ്? ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടുമ്പോൾ എങ്ങനെയാ? ഈ മല ഇടിഞ്ഞിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ മല അങ്ങനെ ഉരുൾപൊട്ടി ഇടിയാൻ കാത്തിക്കണ്ട, നമ്മൾ അങ്ങോട്ട് ഇടിച്ച് നിരത്തുന്നു. നല്ലൊരു കാര്യമാണ്. ശരിയല്ലേ? രണ്ടാമത്തത് പ്രളയം. എങ്ങനെയാ പ്രളയം ഉണ്ടാവുന്നത്? പുഴകൾ കര കവിഞ്ഞൊഴുകിയിട്ടല്ലേ പ്രളയങ്ങളുള്ളത്, പുറത്തേക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പുഴകളിൽ നമ്മൾ മണലെല്ലാം കോരിയിട്ട് പുഴകളുടെ ആഴം മാന്ത. അപ്പൊ വെള്ളമൊക്കെ അതിൽ തന്നെ സേഫ് ആയിട്ട് നിൽക്കും, കര കവിഞ്ഞൊഴുകൂല. കറക്റ്റാണോ? കറക്റ്റല്ലേ? പിന്നെ കറക്റ്റല്ലേ? നിറകൂടം തുളുമ്പൂലെന്ന് പണ്ടൊരു ചൊല്ലില്ലേ? അതാര് പറഞ്ഞു? ആണല്ലോ. ഇനിയുള്ള മെയിൻ പ്രശ്നം എങ്ങനെയാണ് ഈ താഴത്ത് വെള്ളം എത്തുന്നത്? എങ്ങനെയാണ്? മഴ പെയ്തിട്ട് ഇപ്പൊ മഴ പെയ്യുന്നത് നമ്മൾ നിർത്തണം. എങ്ങനെ നിർത്തും? എങ്ങനെയാ മഴ ഉണ്ടാവുന്നത് കേട്ടിട്ട് മാഷ് പറഞ്ഞത് എങ്ങനെയാ അറിയോ? മരങ്ങളെല്ലാം നട്ടു വളർത്തി അതിലൂടെയാണ് മഴ പെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പം ഇവിടെ നട്ടു വളർത്തിയ മരങ്ങളെല്ലാം നമ്മൾ വെട്ടി വിൽക്കുന്നു. വെട്ടി നിരത്ത വിൽക്കണ്ട, വെട്ടി നിരത്ത. അപ്പൊ മഴ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നമ്മൾ സേഫ് അല്ല മോനെ, നിന്റെ സംശയം ഇതല്ല. ഇനി വരുന്നൊരു തലമുറയില്ലേ, അവരെന്ത് ചെയ്യൂ? ഇനി വരുന്നൊരു തലമുറ ടെൻഷൻ അടിക്കുന്ന മാഷ മോനെ എവിടെയാ പഠിക്കുന്നത്? ഇവിടെ തന്നെ. നമ്മളെയൊക്കെ മക്കൾ ഇവിടെ സാധാ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ സ്കൂളിൽ നിന്നും വൃക്ഷത്തൈകൾ കൊടുക്കുന്നുണ്ട്. അവരത് നട്ടു വളർത്തി മരങ്ങളാക്കട്ടെ, മഴ പെയ്യിക്കട്ടെ. അല്ലേ മാഷോ പറഞ്ഞേ കേട്ടിട്ടുണ്ടോ? അല്ല, മാഷോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഓരോ നിമിഷവും സുഖിച്ചാസ്വദിച്ച് ജീവിക്കാന്ന്. ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് എന്താണ്? പൈസ വേണ്ടേ? പൈസക്ക് വേണ്ടി നമ്മള് മലകൾ ഇടിക്കുന്നു, മരം വെട്ടുന്നു, കുന്നുകൾ ഇടിക്കുന്നു. നമ്മൾ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് സുഖിച്ചങ്ങോട്ട് ജീവിക്കണം. ശരിയാണോ? അടിപൊളി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി.